Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ സാംസങ്ങിന്റെ M31 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഫോണിനെ കുറിച്ചാണ്. 15,000 രൂപയ്ക്ക് നിങ്ങളൊരു പുതിയ സാംസങ് ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഇനി ഈ ഫോൺ ആവാം. കാരണം അത്രയും ലേറ്റസ്റ്റ് ആയ ഒരു ഫോൺ തന്നെയാണ്. M30S കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു അപ്ഗ്രേഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷെ അതല്ലെങ്കിൽ M31 ചൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഫോണായിരിക്കും. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ആദ്യമായിട്ട് M31 എന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസൈൻ നോക്കിയാൽ റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ക്വാഡ് ക്യാമറ സെറ്റപ്പും പ്ലാസ്റ്റിക് ഡിസൈനും പോളികാർബണേറ്റ് ആ ഒരു പ്ലാസ്റ്റിക് ഡിസൈനുമാണ് നമ്മൾ കാണുന്നത്. M30S നമ്മൾ ഇതൊക്കെ തന്നെയാണ് കണ്ടത്, എങ്കിലും അതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഇൻഫിനിറ്റി U ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഉള്ള സെറ്റപ്പൊക്കെ ഇതൊക്കെ നല്ല ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്തായാലും നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ തന്നെയാണ്, സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ M31. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ പെർഫോമൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 9611 പറയുന്ന എക്സിനോസ് പ്രോസസ്സർ അത് തന്നെയായിരുന്നു M30S, ഇപ്പോഴും അത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എങ്കിലും അതൊരു തരക്കേടില്ലാത്ത അത്യാവശ്യം PUBG കളിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ്. വലിയ ഹൈ എൻഡ് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും സാംസങ് ഫോണിൽ നമ്മൾ ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ആ ഒരു നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LPDDR4 റാമും കാര്യങ്ങളൊക്കെയുണ്ട്, 4x റാമും കാര്യങ്ങളൊക്കെയുണ്ട്. UFS 2.1 സ്റ്റോറേജ്, 6GB റാം 64GB സ്റ്റോറേജ് വേരിയൻ്റാണ് ബേസ് വേരിയൻറ്റ്. 6GB റാം 128GB സ്റ്റോറേജും വരുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആണ്, One UI 2.0. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. M30S കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നിസ്സാരമായ വ്യത്യാസങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. ബാറ്ററി 6000 mAh ബാറ്ററി, 15 വാട്ട് ഫാസ്റ്റ് ചാർജർ, Type C പോർട്ട്, എല്ലാം സെയിം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാപിക്സലിൻ്റെ സാംസങ് GW1 സെൻസറാണ് മെയിൻ ക്യാമറ. അതിൻ്റെ ഒപ്പം 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും അതേപോലെ തന്നെ 5 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും. ഇങ്ങനെ ഒരു ക്വാഡ് ക്യാമറയാണ്. മറ്റ് പല ഫോണുകളിലും കാണുന്ന പോലെ 2 മെഗാപിക്സലല്ല, ഇവർ 5 മെഗാപിക്സലാണ് ഡെപ്ത് സെൻസറും അതേപോലെ മാക്രോ ലെൻസൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ലിറ്റിൽ ബിറ്റ് ബെറ്റർ ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. ഫ്രണ്ട് സൈഡിലാണ് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുള്ളത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നോച്ചിനകത്തുള്ളത്. പക്ഷേ അതിൽ നമുക്ക് 4K ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും, സ്ലോ മോഷനും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇത്തിരി അഡ്വാൻസ്ഡ് ആയ നമുക്ക് സെൽഫി ആയിട്ട് തന്നെ സ്ലോ മോഷനും 4K ഒക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഫ്രണ്ടിലെ 32 മെഗാപിക്സൽ ക്യാമറയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഹാൻഡ്സ് ഓൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയാം. എന്തായാലും ഇപ്പോഴേക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചുകൊണ്ട് ക്വാളിറ്റി പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ക്വാളിറ്റി ഞാനത് റിവ്യൂ ചെയ്യുമ്പോൾ, ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചത്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇത്രയുമാണ്. കൂടുതലായിട്ട് ഞാൻ നിങ്ങളുടെ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല, കാരണം നമ്മളിത് സെയിലിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. 5-ാം തീയതിയാണ് ഇതിൻ്റെ സെയില്, 12 മണിക്കാണ് സെയില്. ആമസോണിൽ നിന്നും സാംസങ്ങിൻ്റെ സൈറ്റിൽ നിന്നും നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാം. 6GB റാം 64GB സ്റ്റോറേജിന് 15,000 രൂപയാണ്. അതേസമയം 6GB റാം 128GB സ്റ്റോറേജിന് 16,000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ 2 വിലയായാലും വലിയ പ്രശ്നമില്ല. ഈ 6GB റാമിനൊക്കെ ഈ ഒരു പ്രൈസ്, ഈ ക്യാമറ സെറ്റപ്പ്, സൂപ്പർ AMOLED ഡിസ്പ്ലേ, നല്ല ബാറ്ററി, 6000 mAh ബാറ്ററി, കാര്യങ്ങൾ എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ നല്ല ഒരു പവർഫുൾ ആയ സാംസങ് ഫോണെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ വിലയിരുത്താമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയുമാണ് ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സറും സെയിം ബാറ്ററിയും സെയിം ഡിസൈനും എല്ലാം കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സാംസങ് നല്ല അപ്ഗ്രേഡുകൾ തന്നെയാണോ തരുന്നത്, അതോ വെറുതെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഫോണിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂസുമായിട്ട് അടുത്ത വീഡിയോകളിൽ താമസിയാതെ തന്നെ എത്തും. 5-ാം തീയതിയാണ് സെയിൽ, മറക്കണ്ട. ആമസോണിൽ നിന്നോ സാംസങ് സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.